Do you think it is a sweet revenge? ഉറപ്പാണ് സ്വീറ്റ് അല്ല, ബ്ലഡി സ്വീറ്റ് റിവെഞ്ച്. പ്രിയ സാജിദ്യ, നിനക്കൊരു തെറ്റ് പറ്റി. പ്രണയത്തിന് 7 സ്റ്റേജുകളില്ല, പ്രണയത്തിന് 2 സ്റ്റേജേ ഉള്ളൂ. അത് പ്രണയവും കാമവുമാണെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയുള്ള ആൾക്കാർ തന്നെ നമ്മളെ വിളിച്ചിട്ട് പടം കണ്ടിട്ടില്ല, അതിൽ വിളിച്ചിട്ട് ഏതാ അത് നിങ്ങൾക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ. ഒരൊറ്റ റിവ്യൂ കൊണ്ട് നല്ല കളക്ഷൻ നേടേണ്ട നല്ല ഒരു പടത്തിനെ നശിപ്പിച്ചു കളഞ്ഞു ഇയാൾ. OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര നല്ല പടം തിയേറ്ററിൽ മിസ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. അതിനെ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ഇല്ലെങ്കിൽ അതിനെ ഒരു കോമാളിവൽക്കരിച്ചില്ല, സർക്കാസം എന്ന പേരിൽ എന്തും പറയാമെന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഈ പറയുന്ന മേക്കേഴ്സിനെ പല മോശം പേരുകളിൽ വിളിക്കുക. അവരുടെ ഫാമിലി ഉണ്ടായിരുന്ന ട്രോമയെന്ന് ആലോചിച്ചോ. ഒരു മേക്കറും ഒരു മോശം സിനിമ ചെയ്യാമെന്ന് ഒരാൾ ഇറങ്ങില്ലല്ലോ. ഒരു 100 രൂപ മുടക്കുന്ന ആൾക്ക് അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാമല്ലോ, മനസ്സിലല്ലേ. പക്ഷെ ആ അഭിപ്രായം പറയുന്ന ഭാഷ ഇല്ല, അതിൻ്റെ ഒരു സ്റ്റൈല് മാറ്റിപ്പെടേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വലിയൊരു ഡയറക്ടർ, ചെറിയ ഡയറക്ടറുള്ള വലിയൊരു ഡയറക്ടറിൻ്റെ മോള് സ്കൂളിൽ പോകുന്നില്ല. കാര്യം അവരുടെ കൂട്ടുകാരികൾ ഈ പറയുന്ന പേരുകൾ വിളിച്ച് കളിയാക്കുന്നതാണ് പറയുന്നത്. ആലോചിച്ചു, ഒരു ഡയറക്ടറിൻ്റെ ഒരു സിനിമ വർക്കായില്ലെങ്കിൽ അയാളെ ഈ ഇൻഡസ്ട്രി ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലായില്ലേ. ഇപ്പോഴും ഈ സിനിമയ്ക്ക് OTT ഇറങ്ങിയ ശേഷം എത്ര ആളുകൾ മോശം കമൻറ്റുകൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് വരുന്ന കമൻറ്റ് പറയാം, ഇവൻ ആര് മണിരത്നമാണ്. സോ എന്തുകൊണ്ട് ഷെയ്ൻ നിഗമിനെ മാറ്റി? ഷെയ്നെ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഷെയ്ന് കുറച്ച് അസോസിയേഷൻ ഇഷ്യൂസ് വന്നു. ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാൻ ദിവസം കിടന്ന് ഉറങ്ങുക. അപ്പോൾ എനിക്കൊരു മെസ്സേജ്, ഞാൻ നോക്കുമ്പോൾ ദുൽഖർ സൽമാനാണ്. ഞാൻ നോക്കുമ്പോൾ സാജിദ്, ഞാൻ നിങ്ങളുടെ കുറച്ച് പോർഷൻസ് കണ്ടിരുന്നു, നിങ്ങളുടെ വേ ഓഫ് ആക്ടിങ് ഭയങ്കര രസമുണ്ട്, ഗോഡ് ബ്ലെസ്സിങ് ഒരു മെസ്സേജാണ്. ഞാൻ ഞെട്ടി, എൻ്റെ ദൈവം. ഞാൻ തൊട്ട് വൈഫ് ദുൽഖറിൻ്റെ മെസ്സേജ് നമ്മൾ വൈഫ് പറഞ്ഞു April 1. അത് നമ്മൾ ആലോചിച്ചത് നമുക്ക് എല്ലാവരുടെ പോലെ ആണെന്ന് ആഗ്രഹിച്ചത് നമ്മൾ ഇവരാണ് ഇതിൻ്റെ ആള്, ഇവരാണ്. എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു. ഒരുപാട് സ്ഥലത്തുനിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ, ഒരുപാട് സ്ഥലത്ത് നെഗ്ലേഷൻസ് കിട്ടിയപ്പോൾ, ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് വിട്ടപ്പോൾ അങ്ങനെ ഒരു ഗെയിനിലുണ്ടായതാണ് നമുക്ക് ഒരു സിനിമ ചെയ്ത് കാണിക്കണം, മനസ്സിലായത്. അങ്ങനെ ചെയ്തതാണ് ഇടി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആക്ടറാണോ എന്ന് ചോദിച്ചാൽ ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, മ്യൂസിക് കമ്പോസറാണ്. അങ്ങനെ സിനിമാ ഫീൽഡിൽ ഇക്ക കൈവയ്ക്കാത്ത ഒരു മേഖലയേ ഇല്ല എന്ന് പറയാം. സോ ഹിസ് നൺ അതർ ദാൻ സാജിദ് യാഹിയ. Thank you. Welcome. Thank you. So, Sajid Ikka, do you think it is a sweet revenge? ഉറപ്പാണ് സ്വീറ്റ് അല്ല, ബ്ലഡി സ്വീറ്റ് റിവെഞ്ച് എന്നായിട്ടാണ് ഞാൻ കാണുന്നത്, മനസ്സിലല്ലേ. വെറും സ്വീറ്റ് അല്ല, അത്രയും ഹാപ്പി മൊമെന്റിൽ എന്തെങ്കിലും കാര്യം. ഈ ഒന്ന് ആലോചിച്ചു, ഒരു ഡയറക്ടറിൻ്റെ ഒരു സിനിമ വർക്കായില്ലെങ്കിൽ അയാളെ ഈ ഇൻഡസ്ട്രി ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലായില്ലേ. അത് ഇപ്പം അതിപ്പോൾ ഞാനൊരു മോശം സിനിമ എടുത്തിട്ടാണ് എനിക്ക് ആ ഫേസ് ചെയ്യുന്നത്, എനിക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഇതുവരെ കാണാത്ത കുറച്ച് ആൾക്കാർ വെച്ച് നമുക്കൊരിക്കലും നമ്മുടെ സൂപ്പർ സ്റ്റാർ ബാക്ക്ഗ്രൗണ്ട്, ഒരുപാട് ഫാൻ ഫോളോയിങ് ഒന്നുമില്ല. അങ്ങനൊരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരെ വെച്ചൊരു സംഭവം അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക, മനസ്സിലായില്ലേ. അത് കാണാത്ത ആൾക്കാർ വരെ ഈ റിവ്യൂകൾ കണ്ടിട്ട്, ഇൻഡസ്ട്രിയുള്ള ആൾക്കാർ തന്നെ നമ്മളെ വിളിച്ചിട്ട് പടം കണ്ടിട്ടില്ല, അതിൽ വിളിച്ചിട്ട് ഏതാ അത് നിങ്ങൾക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റ് പല എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, വിളിക്കുമ്പം അവർ ഫോൺ എടുക്കാതിരിക്കും, അവരുടെ മാനേജേഴ്സിനെ വിളിക്കുമ്പം അല്ല ഇപ്പോൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുക. അങ്ങനെ ഒരുപാട് നെഗ്ലേഷൻസ് ഞങ്ങൾ വാങ്ങിക്കേണ്ടി വരും, മനസ്സിലായില്ലേ. അപ്പം അതൊക്കെ ഒരു റൈറ്റ് പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് എന്നുള്ളത് എനിക്കിതോടെ പ്രൂവ് ചെയ്യാൻ പറ്റി. എൻ്റെ പ്രൊഡക്റ്റ് മോശമല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനി എനിക്ക് പല വിൻഡോസുകൾ ഓപ്പൺ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൂടെ ഇനി എൻ്റെ സ്വപ്നങ്ങളായിട്ടുള്ള, ഇനി എൻ്റെ തോട്ട് പ്രോസസ്സിലുള്ള സിനിമകൾ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളുടെ ഒരു അധ്വാനമാണ് മൂവി എന്നുള്ളത്. അത് ഒരു 1-2 മണിക്കൂറിൽ നിന്ന് കണ്ട് ജഡ്ജ് ചെയ്യുന്നത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? ഒരു 100 രൂപ മുടക്കുന്ന ആൾക്ക് അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാമല്ലോ, മനസ്സിലല്ലേ. പക്ഷെ ആ അഭിപ്രായം പറയുന്ന ഭാഷ ഇല്ല, അതിൻ്റെ ഒരു സ്റ്റൈല് മാറ്റിപ്പെടേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും, മനസ്സിലായില്ലേ. കാര്യം ഞങ്ങൾ ആരെയും ഇപ്പം ഒരു മേക്കറും ഒരു മോശം സിനിമ ചെയ്യാമെന്ന് ഒരാൾ ഇറങ്ങില്ലല്ലോ. ഒരു സാഹചര്യങ്ങളാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. ചിലപ്പോൾ അയാൾ വിചാരിക്കുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. ഒരു മഴ പെയ്താൽ പോലും ഒരു പുതിയ ഒരു ഡയറക്ടറിൻ്റെ പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നാളെ അത്രയും സീക്വൻസ് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുള്ള സിനിമയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇതൊരിക്കലും ഒരു വലിയ സ്റ്റാർ സിനിമയോ ഇല്ലെങ്കിൽ ഒരുപാട് ബഡ്ജറ്റുള്ള സിനിമയെ ബാധിക്കില്ല. പക്ഷെ ഇതുപോലുള്ള സിനിമകൾ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ലോകത്ത് ആർക്കും ഇഷ്ടപ്പെടാത്തതാണെന്നുള്ള സ്റ്റൈലിലുള്ള സംസാരിക്കും. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം, നിങ്ങൾ കാശ് മുടക്കിയെടുത്ത ആളാണ്, അപ്പം നിങ്ങൾക്കത് പറയാം, മനസ്സിലായി. അതിനുള്ള അധികാരവും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആ പറയുന്ന ഭാഷ, ആ പറയുന്ന സ്റ്റൈല് ഒക്കെ മാറ്റപ്പെടേണ്ടിയിരിക്കുന്ന കാര്യം അത് ഒരുപാട് പേരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരുപാട് ട്രോമകൾ ഒരുപാട് ഈ മേക്കേഴ്സിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നൊരു പ്രൊഡക്റ്റ് അല്ലേ. അതിനപ്പുറം നിങ്ങൾക്ക് യാതൊരുവിധ
പ്രോബ്ലവും ആ പ്രൊഡക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. കുറച്ചുകൂടി പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് നല്ല ഇനിഷ്യേറ്റീവ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അതിനെ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ, ഇല്ലെങ്കിൽ അതിനൊരു കോമാളിവൽക്കരിച്ചില്ല സർക്കാസം എന്ന പേരിൽ എന്തും പറയാമെന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഈ പറയുന്ന മേക്കേഴ്സിനെ പല മോശം പേരുകളിൽ വിളിക്കുക, ഇല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവരുടെ ഫാമിലി ഉണ്ടാകുന്ന ട്രോമയെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, എനിക്കറിയാവുന്നൊരു വളരെ വലിയൊരു ഡയറക്ടർ, ചെറിയ ഡയറക്ടറുള്ള വലിയൊരു ഡയറക്ടറിൻ്റെ മോള് സ്കൂളിൽ പോകുന്നില്ല. കാര്യം അവളുടെ കൂട്ടുകാരികൾ ഈ പറയുന്ന പേരുകൾ വിളിച്ച് കളിയാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഒരുപാട് ബാക്ക് ഫയറുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവർക്ക് അവരുടെ സിനിമ ഇഷ്ടപ്പെടാത്തതിനെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കാലിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കുറിച്ച് എല്ലാം സംസാരിക്കാം. പക്ഷെ ഭാഷ കുറച്ചുകൂടി ഒരു വൃത്തിയുള്ളതും കുറച്ചുകൂടി ഒരു മാന്യത ഉള്ളതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കൽബ് എന്ന മൂവി OTT റിലീസിന് ശേഷം ഇങ്ങനെ റിവ്യൂ ചെയ്ത ഒരു യൂട്യൂബറിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻസ് ഞാൻ വായിക്കാം. കുഴപ്പമില്ല. ഒരൊറ്റ റിവ്യൂ കൊണ്ട് നല്ല കളക്ഷൻ നേടേണ്ട നല്ല ഒരു പടത്തിനെ നശിപ്പിച്ചു കളഞ്ഞു ഇയാൾ. OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര നല്ല പടം തിയേറ്ററിൽ മിസ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. ഇന്നൊരു കാര്യം തീരുമാനിച്ചു. ആ ഒരു വാക്ക് എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അഭിപ്രായം കേട്ട് സിനിമ കാണരുത് എന്ന്. വളരെ നല്ലൊരു മൂവിയാണ് ഇവനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ് തകർത്തത്. ഓക്കെ, അപ്പം തൻ്റെ പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ആ റിവ്യൂ പറഞ്ഞ ആൾക്കാരായിരുന്നവർ പിന്നീട് ഇവരുടെ കമൻറ്റ് ബോക്സിൽ തന്നെ സാജിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഭയങ്കര സന്തോഷം. കാര്യം ഇവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ, ഇല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള മൊമെൻറ്റ് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പോഴും ഈ സിനിമയ്ക്ക് OTT ഇറങ്ങിയ ശേഷം എത്ര ആളുകൾ മോശം കമൻറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ഇതിൻ്റെ താഴെ ഒരുപാട് വരുന്ന കമൻറ്റ് പറയാം, ഇവൻ ആര് മണിരത്നമോ വന്നിരുന്ന് സംസാരിക്കുന്നു പറയുമായിരിക്കും. പക്ഷേ അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചു, സ്റ്റോറി കണ്ടിട്ടിരുന്നതാണ്. അതായത് പ്രിയ സാജിദ്ഹിയ, നിങ്ങളുടെ സിനിമ നിങ്ങൾക്കൊരു തെറ്റ് പറ്റി. പ്രണയത്തിന് 7 സ്റ്റേജുകളില്ല, പ്രണയത്തിന് 2 സ്റ്റേജേ ഉള്ളൂ, അത് പ്രണയവും കാമവുമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അത് തൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. താൻ വളർന്ന സാഹചര്യത്തിൽ തന്നെ പഠിപ്പിക്കേണ്ട ആൾക്കാർ പഠിപ്പിച്ചതായിരിക്കും അത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തൻ്റെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും നിങ്ങളത് പറയുന്നത്. എൻ്റെ അനുഭവം അതല്ല. മനസ്സിലായി? എനിക്ക് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ സിനിമയിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കണ്ട പ്രണയങ്ങളെല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ അങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഒരിക്കലും കണക്ട് ആകില്ല. ഇത് ക്രിഞ്ചായിട്ട് തോന്നാം, ഒരു ക്ലീഷയായിട്ട് തോന്നാം. ഒരിക്കലും അയാൾക്ക് ഇങ്ങനൊരു തോട്ട് പ്രോസസ്സുള്ള ആൾക്ക് ഇങ്ങനെ അയാളുടെ പ്രണയനിയോടോ ഭാര്യയോടോ അമ്മയോടോ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കൈൻഡ് ഓഫ് ഓഡിയൻസ് ചിലപ്പം അന്ന് പറഞ്ഞ് റിവ്യൂസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. 2019 കൽബ് റിലീസാവാൻ ഇരുന്ന സമയത്ത് ഷെയ്ൻ നിഗം ആയിരുന്നു അതിൻ്റെ നായകൻ. സോ എന്തുകൊണ്ട് ഷെയ്ൻ നിഗമിനെ മാറ്റി? അങ്ങനെ മാറ്റിയതൊന്നുമല്ല, എന്ത് പറയുന്നത്. അങ്ങനെ ഷെയ്ൻ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ടറാണ്. അപ്പം അതിനു മുമ്പ് നമ്മൾ ദുൽഖറായിരുന്നു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അത് ഒരുപാട് കാരണങ്ങൾ നടന്നില്ല. ഷെയ്നെ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഷെയ്ന് കുറച്ച് അസോസിയേഷൻ ഇഷ്യൂസ് വന്നു. ഞങ്ങളത് എല്ലാം സോർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ആയി. അതിൻ്റെ പുറകെ നമ്മളും ഷെയ്നോട് നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് പറ്റി, ഇതിൻ്റെ ഒരു ക്യാമറാമാൻ ആക്സിഡൻ്റ് ആയി. പിന്നെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എന്ത് പറ്റിയ കൊറോണ വന്നു. കൊറോണ കഴിഞ്ഞ് അപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ ബിസിനസ് എന്താണെങ്കിലും, ഒരു കല്യാണം ആണെങ്കിൽ കൂടെ അത് നടക്കേണ്ട സമയത്ത് നടന്നില്ല. അതിനകത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ വരും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തേക്ക് വന്നു ചേരും. അപ്പം കൽബും അങ്ങനെ ഒരു ഷേപ്പിലോട്ടായി തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പം ഞാനും ഷെയ്നും ഒരുമിച്ചിരുന്ന് തീരുമാനമാണ് നമുക്ക് വേറൊരു സിനിമ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചേട്ടൻ. ഇൻഷാ അല്ലാഹ് ഏതായാലും കൽബ് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഒന്ന് ട്രൈ നോക്കട്ടെ. എനിക്ക് അത്രയും കോൺഫിഡൻസും അത്രയും സന്തോഷത്തോടെയും ഞാൻ ചെയ്ത സിനിമയാണ് കൽബ്. ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയില്ലേ കൽബിന്റെ? അതെ. ഇപ്പോ കൽബ് എന്ന മൂവിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉടനീളം പ്രണയം എന്നൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ലവ്? അല്ല, മനുഷ്യന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വികാരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന പ്രണയമാണ്. അപ്പം അതിന് ഒരു പരിധിയില്ലല്ലോ, നമുക്ക് ആരെ എത്ര വേണമെങ്കിലും. അപ്പം കൽബ് ഒരിക്കലും പറയുന്നത് കാൽപ്പോടെയും തുമ്പിയുടെയും പ്രണയം മാത്രമല്ല. ഒരുപാട് കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണല്ലോ അർത്ഥം. ആ ഹൃദയത്തിൻ്റെ ഒരുപാട് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. കാൽപ്പോയും ഡാഡയും തമ്മിലുള്ള, കാൽപ്പോയും ഫ്രണ്ട്സും തമ്മിലുള്ള, കാൽപ്പോയും അസൂറാത്തായും, കാൽപ്പോയും ട്രീസാമ്മയും, ഇല്ലെങ്കിൽ തുമ്പിയും തുമ്പിയുടെ ഉമ്മയും തുമ്പിയുടെ വാപ്പയും, അവർക്ക് വില്ലാണെങ്കിൽ അവർ തമ്മിലൊരു ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? ഒരു കണക്ഷനുണ്ട്. അതാണ് പല രീതിയിലോട്ട് ഇമോഷൻസ് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ, ഒരുപാട് സന്തോഷങ്ങളുടെ, ഒരുപാട് നല്ല മൊമെൻറ്റ്സുകളുടെ, ഒരുപാട് നല്ല പാട്ടുകളുള്ള ഒരു ബ്യൂട്ടിഫുൾ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൻ്റെ ഏറ്റവും പ്രൗഡ് മൊമെന്റിലാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു തുമ്പി ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? അല്ല, അങ്ങനത്തെ തുമ്പി നമുക്ക് ഒരുപാട് ഇപ്പം നമ്മുടെ ഓരോ പ്രായത്തിലും ഓരോ ആളോട് ഇഷ്ടം തോന്നുമല്ലോ. മനസ്സിലായില്ലേ? അത് മനുഷ്യ സഹജമാണല്ലോ. നമുക്ക് ഇഷ്ടം തോന്നും, അട്രാക്ഷൻ തോന്നും.
അപ്പോൾ അത് ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഭയങ്കര വർക്കൗട്ട് ആവുകയില്ലെങ്കിൽ ഇഷ്ടമായി മാറുകയില്ല, പ്രണയമായി മാറുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഇല്ല. ആ എക്സ്പീരിയൻസുകൾ മൊത്തമാണ് നമ്മൾ സിനിമയിൽ നിങ്ങൾ ഈ കാണുന്ന ഫോർമാറ്റിൽ നമ്മൾ ആക്കിയിരിക്കുന്നത്. ഫൈൻ. കൽബ് എന്ന മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 പുതിയ മുഖങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ബ്രിങ് ന്യൂ ഫേസസ് ടു ദ മൂവി ഇൻഡസ്ട്രി? അതിൽ ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമായ ഫ്രൈഡേ ഫിലിം ഹൗസിലെ വിജയ് ബായിയോടും വിനയ് ബായിയോടും ഇല്ലെങ്കിൽ ഫ്രാങ്ക് നേച്ചറിൻ്റെ ആനി മാഡത്തിനോടൊക്കെയാണ്. കാര്യം അങ്ങനെ ഒരു ടേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിലും അതിനെ സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് ഇത്രയും ഒരു പുതുമുഖങ്ങൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുത്തിട്ട്, കാരണം കൽബ് ഒരിക്കലും ഒരു ചെറിയ ഫോർമാറ്റിൽ ചെയ്ത സിനിമയല്ല. കൽബ് ഒരു വലിയ സിനിമയ്ക്ക് വേണ്ട എല്ലാ സ്കെയിലിലും ചെയ്ത സിനിമയാണ്. ഒരു സിനിമ തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്ത സിനിമയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ പോലും ഞങ്ങൾ ഭയങ്കര പെക്യുലറായിട്ട് പിക്ക് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് കൈയടി, ഇപ്പോൾ ഈ കിട്ടുന്ന എല്ലാ കൈയടികളും ഏറ്റവും ആദ്യം അർഹിക്കുന്നത് വിജയ് ബാബു എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ആനി മാഡം എന്ന് പറയുന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. കാശ് മുടക്കി ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സെറ്റപ്പുകളും എനിക്ക് തരുന്ന സെറ്റപ്പിൽ അവർ നിന്നതാണ് ഈ സിനിമ സംഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ അവരുടെ ബാനറിൽ എനിക്ക് ഒരുപാട് കാൽപ്പൻ തുമ്പി മാത്രമല്ല 10-30ഓളം പുതിയ ആളുകളെ സിനിമയിലേക്ക്, അത് ആക്ടേഴ്സ് മാത്രമല്ല, ഇതിൻ്റെ ടെക്നീഷ്യൻ സൈഡിൽ ഇപ്പം ഇതിൻ്റെ എഡിറ്റർ അമൽ മനോജ് ബ്യൂട്ടിഫുൾ എഡിറ്ററാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമലുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. അദ്ദേഹം സിനിമ ഒന്നും ഒരു എക്സ്പീരിയൻസും പുള്ളിക്കില്ല, പക്ഷേ അടിപൊളി എഡിറ്ററാണ്. ഇതിൻ്റെ ക്യാമറമാൻ ഷാരോൺ ശ്രീനിവാസ്, അദ്ദേഹം എന്താ പറയുക, ഇത്രയും വലിയ സിനിമയ്ക്ക് എനിക്ക് ഷാരോൺ മതി എന്ന് പറയുമ്പോൾ അത് അവർ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഓക്കെ പറയുക എന്ന് പറയുന്നത് എന്നോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എനിക്ക് ഷാരോണുള്ള വിശ്വാസമാണ്. അത് ഷാരോൺ ഒരു പോയിന്റിൽ പോലും അത് എനിക്കൊരു വിഷമം തന്നിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അനീഷ് നാരോടിൻ്റെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അസീസാണ് ഇതിൻ്റെ ആർട്ട് ഞങ്ങളുടെ ലൊക്കേഷനിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സൈഡിൽ നിഹാൽ സാദിഖ്, വിമൽ, പ്രകാശ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസിനെ ഇല്ലെങ്കിൽ ഒരുപാട് ചെറിയ ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ ഈ സിനിമയിലേക്ക് എനിക്ക് മലയാള സിനിമയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ സിനിമ നാളെ കണ്ട് ഇല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ഒരുപാട് മുഖങ്ങൾക്ക് വേണ്ടി കരഞ്ഞു എന്ന് പറയുന്ന പ്രേക്ഷകർ, ഇല്ലെങ്കിൽ നാളെ രഞ്ജിത്തിനെയോ സഞ്ജീവിനെയോ ഷാരോണെയോ അമലിനോ ഏതെങ്കിലും ഒരു സിനിമ അവരിലൂടെ സംഭവിച്ചാൽ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൽബ് എന്ന മൂവിയിൽ കാണിച്ചിരിക്കുന്നത് 7 phases of love ആണ്. അതെ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് ഓഫ് ലവ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം ഇബാദത്താണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇബാദത്താണ്. ഇബാദത്ത് ആരാധന എന്നാണ് ഇബാദത്തിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് നമ്മൾ വേർഷിപ്പ്, അപ്പോൾ നമ്മളതിനെ ഒരു നമ്മുടെ ഇപ്പം ഇങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും അവരെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവഹിതമല്ലേ. നമ്മൾ അത്രത്തോളം എന്താ പറയുക, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു പ്ലേസ്, സ്റ്റേജാണ് കൽബിലെ. അപ്പം ആ സ്റ്റേജിലാണ് അവൻ ആലപ്പുഴ മൊത്തം അവളെ കറക്കി കാണിക്കുന്നത്. കൊമ്പിൽ എന്നുള്ള സോങ് ഒക്കെ ആ സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആരാധനയാണ് ഏറ്റവും ആ കൽബെന്ന ഏറ്റവും എനിക്ക് ഇമോഷണലി ഹുക്കായിട്ടുള്ള സംഭവം. മൂവിങ് ഓൺ ടു പല്ലോട്ടി, താങ്കൾക്ക് ഒരു അവാർഡ് നേടിത്തരുന്ന മൂവിയാണ്. ആ മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും കരുതിയിരുന്നോ അവാർഡ് കിട്ടും? ഉറപ്പായിട്ടും. ഞാൻ ആ സിനിമയുടെ ഫസ്റ്റ് കഥ നറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഡയറക്ടർ വീട്ടിൽ ഷെൽഫ് ഉണ്ടാക്കി വെച്ചോ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാമെന്ന് ഞാൻ പറഞ്ഞു, നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലായി, എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ സിനിമ അത് നേടുമെന്നുള്ളത്. കാര്യം ആ സിനിമ അത്രയും ജെന്യൂൻ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. പല്ലോട്ടി നമ്മളത് കൺസീവ് ചെയ്യുമ്പോഴും ഇല്ല നമ്മളത് പ്ലാൻ ചെയ്യുമ്പോഴും ഒക്കെ അത്രത്തോളം ഇപ്പം ജിതിനാണെങ്കിലും ഇതിൻ്റെ റൈറ്റർ ദീപക് ആണെങ്കിലും ഷാരോൺ ആണെങ്കിലും എഡിറ്റർ അവരൊരു ടീമായിട്ടാണ്, രോഹിത് ആണെങ്കിലും എല്ലാം ഒരു ടീമായിട്ടാണ്. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. അങ്ങനെ വേണം. അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിന്നാണെങ്കിലും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്നാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ സിനിമ ഉണ്ടായത്. ഞാനിപ്പോൾ ആദ്യം വിശ്വസിച്ചത് അവരുടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെയാണ്. ആ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ഉറപ്പായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ സിനിമ ഉണ്ടാക്കുന്നത്. അവർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ എനിക്ക് തന്നു. ആ സിനിമ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഫെസ്റ്റിവൽസിന് അയക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി. അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിലാണെങ്കിലും എല്ലാം. ഒരു സ്പീക്കർ ഒരു ആ സിനിമയ്ക്ക് വേണ്ടി റിവ്യൂ പറഞ്ഞു അല്ലേ. അതൊക്കെ ആ സിനിമയോടുള്ള സത്യസന്ധമായ ഞങ്ങളുടെ അപ്രോച്ചിൻ്റെ പേരിലുണ്ടായിട്ടുള്ള, അല്ലാതെ ഒരു ബന്ധത്തിൻ്റെ പേരിലോ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പിൻ്റെ പേരിലോ ഒന്നുമല്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ കോ പ്രൊഡ്യൂസർ നിതിൻ രാധാകൃഷ്ണൻ, ഇല്ലെങ്കിൽ എനിക്കും ലൈഫിൽ ഒരുപാട് ആ സിനിമയിൽ പറയുന്ന പോലെ കണ്ണൻ ചേട്ടന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പം നിതിൻ രാധാകൃഷ്ണനെ പോലെ, ഷമീറിനെ പോലെ, ഇല്ലെങ്കിൽ സുഹൈലിനെ പോലെ, അങ്ങനെ ഒരുപാട് കണ്ണൻ ചേട്ടന്മാർ, ഇല്ലെങ്കിൽ സാന്ദ്രയെ പോലെ, വിജയ് പായെ പോലെ, നജീമിക്കയെ പോലെ ഒരുപാട് ആളുകൾ എന്നെ വീഴുന്ന സമയത്ത് കൈ തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇപ്പം അങ്ങനെ കൈ കൊടുക്കേണ്ട സമയമാണ്. അങ്ങനെ ഞാൻ കൈ കൊടുത്ത സിനിമയാണ് ജിതിനും അവർക്കും. ഞാൻ അവരുടെ കണ്ണൻ ചേട്ടനാണ്. എനിക്ക് 100,000 കണ്ണൻ ചേട്ടന്മാർ വേറെ ഉണ്ട്. അങ്ങനെ ഉണ്ടായ സിനിമയാണ് പല്ലുട്ടി. ഇപ്പം മനോരമ മാക്സിൽ റിലീസായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആളുകളെല്ലാം ആ സിനിമ ആ OTT കാണണം. മനോരമ മാക്സിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് വേർഷനാണ് ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കണ്ട ആൾക്കാർക്കും ഒരു 2 hours വേർഷനാണ് OTT വന്നിരിക്കുന്നത്.
അപ്പം എല്ലാവരും ആ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഡയറക്ഷണൽ ഡെബ്യൂ മൂവി ഇടിയാണ്. ഹൗ വാസ് യുവർ ട്രാൻസിഷൻ ഫ്രം ആൻ ആക്ടർ ടു എ ഡയറക്ടർ? ഞാൻ ഒരു സിനിമയെ അസിസ്റ്റ് ചെയ്യുകയോ ഇല്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് വലിയ വലിയ മേക്കേഴ്സിൻ്റെ കൂടെ ആക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ലിജു ജോസ് പല്ലിശ്ശേരി, ഇല്ലെങ്കിൽ അഞ്ജലി മേനോൻ, അനിൽ സി മേനോൻ, ജിജോ ആൻ്റണി, അങ്ങനെ ഒരുപാട് അടിപൊളി മേക്കേഴ്സ്, ഡിഫറെൻറ്റ് ജോണറിൽ സിനിമ ചെയ്യുന്ന ആളോട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഈ സമയത്തൊക്കെ ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയങ്ങളിൽ എനിക്ക് വളരെ ചെറിയ റോളുകളായിരിക്കും, പക്ഷേ ഞാൻ സെറ്റിൽ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് ഈ പ്രോസസ്സ് മനസ്സിലായത്. അവിടെ ഒരു ക്യാപ്റ്റനെ പോലെ ഒരാൾ നിൽക്കുന്നു, അതൊരു ഡയറക്ടർ. അപ്പോൾ എനിക്ക് അതുവരെ ആക്ടേഴ്സിനെ ആരാധിച്ചിരുന്ന ഞാൻ ആദ്യം നമ്മൾ ആലോചിച്ചത് മമ്മൂക്കയും ലാലേട്ടനെ പോലെ ആണെന്ന് ആഗ്രഹിച്ചത് നമ്മൾ ഇനി ഇവരാണ് ഇതിൻ്റെ ആള്, എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു. അപ്പോൾ പിന്നെ അതിനുള്ള പരിശ്രമങ്ങളായി. ഒരുപാട് സ്ഥലത്തുനിന്ന് എന്താ പറയുക ഒഴിവാക്കപ്പെട്ടപ്പോൾ, ഇല്ല ഒരുപാട് സ്ഥലത്ത് നെഗ്ലേഷൻസ് കിട്ടിയപ്പോൾ, ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് വിട്ടപ്പോൾ, മറ്റേ ജേട്ടൻ പറഞ്ഞ പോലെ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഗെയിനിലുണ്ടായതാണ് നമുക്ക് ഒരു സിനിമ ചെയ്ത് കാണിക്കണം, മനസ്സിലായത്. അങ്ങനെ ചെയ്തതാണ് ഇടി. സിനിമ പ്രാന്തൻ എന്ന ഇൻസ്റ്റാ പേജിലേക്ക് എങ്ങനെയായിരുന്നു എത്തിപ്പെട്ടത്? അല്ല, ഇൻസ്റ്റ അല്ല, സിനിമ പ്രാന്തൻ ആദ്യം ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഓർക്കിഡിലൊക്കെ തുടങ്ങിയൊരു പേജാണ്. പതുക്കെ നമ്മൾ സിനിമകൾ അത്ര ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യുന്നൊരു 2008 കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങുന്നത്. അന്ന് വേറെ പേരായിരുന്നു. പിന്നെ ആഷിഖ് കപൂർ പോലത്തെ ഡയറക്ടേഴ്സ് ഭയങ്കര രസമായിട്ട് സിനിമകൾ ഓൺലൈനിൽ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനും ആക്ടേഴ്സിനും മനസ്സിലാവുകയും അതിലൂടെ നമ്മൾ ആ സമയത്ത് റൈറ്റ് ടൈമിൽ സിനിമ പ്രാന്തനായിട്ട് ലോഞ്ച് ചെയ്യും. ആ സമയത്ത് സാന്ദ്രയും വിജയ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ലിജോബായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ പെട്ടെന്ന് വലിയ വലിയ സിനിമകളുടെ ഭാഗമാകാൻ സിനിമ പ്രാന്തനെ പറ്റി. നേരത്തെ നിങ്ങൾ വന്ന് പറഞ്ഞ പോലെ തിയേറ്ററിൽ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഓൺലൈൻ പ്രൊമോഷൻ കമ്പനിയുടെ ടൈറ്റിലൂടെ കാണിച്ചു തുടങ്ങിയ സിനിമ പ്രാന്തനെയാണ്. അത് നമ്മൾ അത്രത്തോളം അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഇന്നും ഇപ്പോഴും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല റിവ്യൂസുകൾ മാത്രം പറയും. ഞങ്ങൾക്ക് ഒരിക്കലും ഇവരെയൊക്കെ പോലെ ഈസി ആയിട്ട് ഞങ്ങൾക്കും ചെയ്യാമല്ലോ നെഗറ്റീവ് റിവ്യൂ പറയാനോ അല്ലെങ്കിൽ മോശം കണ്ടന്റുകൾ പ്ലേസ് ഞങ്ങൾക്കും പറ്റും. അതിനാ റീച്ച് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ആ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിൽ നിന്ന് ഒരു 4 അടുക്കളുള്ള ഒരു ഡപ്പയിൽ നിന്ന് ഞാനും കഴിച്ചിട്ടുണ്ട് ഒരുപാട് ഫുഡുകൾ, മനസ്സിലായില്ലേ. അപ്പം അത് ആ മാധ്യമത്തോട് ഇന്ന് ഏറ്റവും വലിയ ദ്രോഹമായിട്ട് മാറും, മനസ്സിലായില്ലേ. അപ്പോൾ അതല്ല, അതിനപ്പുറം സിനിമാ പ്രാന്തൻ ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് സിനിമാ പ്രാന്തൻ എന്നാണ് പറയുന്നത്. അതായത് മാക്സിമം ബൂസ്റ്റ് ചെയ്യുക. ഇല്ല ഇപ്പോൾ ഒരു ആവറേജ് സിനിമയിൽ പോലും എങ്ങനെയെങ്കിലും ബുക്ക് എടുക്കാൻ പറ്റുക. നേരത്തെ പറഞ്ഞാൽ അതിന് ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓഡിയൻസിന് ചിലപ്പോൾ ഞങ്ങളുടെ ഒരു പോസ്റ്റ് കണക്ട് ചെയ്യായിരിക്കും, ആ സിനിമ അവർ പോകുമായിരിക്കും. അത്രയാണ് ഉദ്ദേശിച്ചുള്ളൂ. സിനിമാ പ്രാന്തൻ ഇപ്പോൾ ഒരു CP കഫേ, ഒരു കോഫി ഷോപ്പുണ്ട്. പിന്നെ നമ്മുടെ CP ഫിലിം പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയായി. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങണമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഇപ്പം നിങ്ങൾ കാണാത്ത ഫേസ് ഞാൻ മാത്രമാണെങ്കിലും സിനിമാ പ്രാന്തൻ്റെ ഇപ്പം ഷമീർ മുഹമ്മദ് D3 എന്ന് പറഞ്ഞ ദുബായിൽ എൻ്റെ പാർട്ണറുണ്ട്, നിതിൻ രാധാകൃഷ്ണനുണ്ട്, പിന്നെ കണ്ണൻ, ജിതിൻ, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു എഫേർട്ടാണ് സിനിമാ പ്രാന്തൻ. ഇക്കയുടെ ഇൻസ്റ്റാ ബയോ എടുത്ത് നോക്കിയാൽ ദ ലാഡൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. സോ വാട്ട് ഡു യു മീൻ ബൈ ദ ലാഡൻ? എനിക്ക് മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പണ്ട് ഈ കുറ്റാലം ഇല്ലെങ്കിൽ എല്ലായിടത്തും യാത്ര പോകുമ്പം കുറേ ലാടന്മാരെ കാണാം. ലാടന്മാരെന്ന് പറയുന്നത് അവർ മറ്റേ ഈ കരടിനി എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ മയിൽപ്പീലികൾ ഇല്ലെങ്കിൽ പുലിനകം എന്നൊക്കെ കൊണ്ടത് എനിക്കൊന്നും ഭയങ്കര ഇഷ്ടം ഇവരെ കാണാൻ. ഇവരുടെ കയ്യിലൊരു ഭാണ്ഡക്കെട്ട് കാണും, അതിനകത്ത് ഒരുപാട് സംഭവം. ഇതൊക്കെ ഫേക്ക് പക്ഷെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. എനിക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു ഹിപ്പി കൾച്ചറിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് ആളുകളാണ്. അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് ലാടന്മാരെ. അപ്പം ഞാൻ ഇതുപോലത്തെ ഈ മാലകളും ഇല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ എക്സസൈസൊക്കെ എപ്പോഴും ഇടും. അപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്ന വട്ടപ്പേരാണ് ലാടാണ്. ഇവൻ ലാഡനാണെന്ന് പറയുന്നത് ഷോ ഡൂയിങ് ഇൻട്രസ്റ്റിംഗ് എല്ലാം. അപ്പം ഞാൻ എനിക്ക് ആ പേരും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ലാടൻ എന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണോ കൽബ് എന്ന മൂവിയിലേക്ക് അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ ഇട്ടത്? അതല്ല, ഒരിക്കലും അങ്ങനെയല്ലേ. ഇപ്പം ഞാൻ ജീവിക്കുന്നത് ഇപ്പം ഈ ആലപ്പുഴ പോലത്തെ ഒരു കോസ്റ്റൽ ഏരിയയിലാണ്. ഇപ്പം നിങ്ങൾ ഡോൾഫിൻ ബീച്ച് ആണ്, അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ നാട്ടിൽ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾക്കൊരു വട്ടപ്പേര് വീഴും. ഞങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഒരു വട്ടപ്പേരിലായിരിക്കും. പ്ലിക്കോ, ട്രൈമോൾ, ഇല്ലേ ചാവ, ഇതൊക്കെ അവിടെ ആളുകളാണ്. ഇതെല്ലാം ഇല്ലേ കാൽപ്പോ, സായിപ്പ്, ഇല്ലേ ഉടുപ്പില്ല കോയ, പിന്നെ മണ്ണ കബീർ, ഇതൊക്കെ അവിടെയുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു വട്ടപ്പേര് വീഴും, മനസ്സിലായി ചെറുപ്പത്തിൽ തന്നെ. ഈ വട്ടപ്പേരിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഉള്ള പരിപാടി മൊത്തം എങ്ങനെയെങ്കിലും ഉമ്മയുടെ മുമ്പിൽ പോകാം. ഉമ്മർ അതേ വിളിക്കത്തുള്ളൂ. നമുക്ക് വാപ്പയും ഉമ്മയുടെ പേര് ഒറിജിനൽ വിളിക്കില്ല. എല്ലാവരും വിളിക്കുന്നത് വിളിക്കോ എടാ രാജാവേ, എടാ എന്താടാ ജംഗി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കത്തുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പേരുകൾ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഭയങ്കര രസമുള്ള പേരുകൾ ഞാൻ ആ സിനിമയിൽ എല്ലാവർക്കും പ്ലേസ് ചെയ്തിരിക്കും. തുമ്പി പോലും അവിടെ ഒരു ആളെ വിളിക്കുന്ന പേരാണ്. വെയിൽ ചില്ല എന്ന സോങ്ങിൽ ഗായകനായ ഒരു ചെറിയ പാട്ട് പാടും. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി
കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരു അത് മനമാകെ നിറഞ്ഞേ. അപ്പോൾ അത് സാന്ദ്ര എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് വേൽച്ചില്ല. അപ്പോൾ സാന്ദ്രയുടെ അഡമൻ്റ് ആയിട്ടുള്ള സാന്ദ്ര എന്നെ തന്നെ എന്താ ചെയ്യിക്കണമെന്നുള്ള അനീഷ് എന്ന ഫ്രണ്ട് ഡയറക്ടർ സെക്രട്ടറി ഗർഭിണികൾ. അപ്പം അത് സാന്ദ്ര എനിക്കുന്നൊരു ഗിഫ്റ്റാണ്. എന്നെ ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ തിരിച്ചറിയുന്നത് ആ പാട്ടിന് ശേഷമാണ്. ഇത് ആ പാട്ട് പാടിയാണല്ലേ എന്ന് പറയുന്നു. എവിടെ പോയാലും ഗിറ്റാറിനെ കൊണ്ടുവരുന്ന ആൾക്കാർ ആ പാട്ടൊന്ന് പാടും. ഞാൻ ഗിറ്റാർ അടിക്കണമെന്ന് അറിയില്ല, ചുമ്മാ സിനിമയിൽ അഭിനയിച്ചാണ്. അതിൻ്റെ സാന്ദ്ര വിജയബായോട് എനിക്ക് ആ ക്യാരക്ടർ ആയിരുന്നു, ആ പാട്ടിൽ ആ ഒരു ഗസ്റ്റ് ഒരു സംഭവം ആയിരുന്നു. ഓക്കെ, നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, മ്യൂസിക് കമ്പോസറാണ്, അങ്ങനെ ഒട്ടനവധി ഫീൽഡുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമുള്ള, ആക്ടിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇപ്പോൾ വിപിൻ ആറ്റ്ലി എന്ന ഡയറക്ടറിൻ്റെ ഒരു പടത്തിൽ ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ അതിനകത്താണ്. ആ സിനിമ രസമുള്ളൊരു സിനിമയാണ്. വിപിൻ ആറ്റ്ലി ഭയങ്കര അടിപൊളി മേക്കറാണ്. ഇവിടെയുള്ള പല പല വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെയും ഒരു ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ വിപിനെ വിളിക്കാം. അപ്പോൾ വിപിൻ്റെ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നതും അല്ലെങ്കിൽ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒരു ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് വെയിറ്റിംഗ്. ജനുവരിയിൽ ഫെബ്രുവരി ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നോക്കാം. ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ മൂവീസിൽ ചെയ്തിരിക്കുന്നത് ടഫ് പേഴ്സൺ, ബോൾഡ് പേഴ്സൺ ക്യാരക്ടേഴ്സ് ആണ്. ലൈഫിൽ എങ്ങനെയാണ്? ടഫ് ആണോ? അല്ല, ടഫ് ചില സമയത്ത് നമ്മൾ ടഫ് ആകേണ്ടി വരും, ചില സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആകേണ്ടി വരും. അത് അങ്ങനെ അനുസരിച്ച് മാറും. ഇപ്പം നമ്മളൊരാൾ ഇറിറ്റേറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. കാരണം നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കോർപ്പറേറ്റ് ലെവലിൽ അതൊന്നും അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള മൈൻഡ് പവർ ഒന്നും നമുക്കില്ല, മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ നിങ്ങളെയൊക്കെ പോലത്തെ ഒരാൾ തന്നെയാണ്, അതിനകത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു പക്വതയും കുറച്ചുകൂടി ഒരു കാംനെസ്സും പിടിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി അങ്ങോട്ട്, മനസ്സിലായില്ലേ? ഇപ്പം ഖൽബിൻ്റെ ഒരു ഷൂട്ടിലൊരു ക്യാമറമാൻ ഭയങ്കര ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 4ാമത്തെ നിലയുടെ ലിഫ്റ്റിൻ്റെ ഹോൾ വഴി താഴെ. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു എടുത്തുകാട്ടവും ഒരു ബുദ്ധിമോശവും കാരണമാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ഉത്സവം ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഹെലിക്യാമിന് പെർമിഷൻ ഒന്നുമില്ല. രാത്രി ഞാനപ്പോൾ ഒരു മൊബൈൽ കുറച്ചിൻ്റെ വെളിച്ചത്തിൽ ഒരു ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ മേളിൽ ക്യാമറയും ടീമുമായിട്ട് കയറി എടുക്കാൻ വേണ്ടി, റിസ്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരാളുടെ 2 കാലുകളും കൈയൊക്കെ മൾട്ടി ഫ്രാക്ചർ ആണെന്ന് പറയുന്നത് അത് ഞാൻ കാരണം എനിക്ക് ഭയങ്കര വിഷമമുള്ള സംഭവങ്ങൾ അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റണം, കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആണെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. ഒരു 10 to 15 years ആയി മൂവി ഫീൽഡിൽ. അപ്പോൾ ഈ സെറ്റുകളിലൊക്കെ എപ്പോഴെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു മൂവി ഉണ്ടാവുമല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവും? എനിക്ക് ഏറ്റവും ഹാപ്പി ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പം അവിടെ ഉള്ളത് എൻ്റെ ഇപ്പുറം ദുൽഖർ സൽമാൻ ആണെങ്കിൽ, ഇവിടെ ഫഹദ് ഫാസിൽ, അവിടെ നിവിൻ പോളി, ഇവിടെ നസ്രിയ, ഫുൾ സ്റ്റാറുകളാണ്. സമീർ താഹിർ ഷൂട്ട് ചെയ്യുന്നു, അഞ്ജലി മേനോൻ. അപ്പം അവിടെ നമ്മളിപ്പോൾ ഒരു ഡയലോഗൊക്കെ ഡെലിവറി ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുമ്പം അഞ്ജലി മേനോടൊക്കെ ഓടി വന്നിട്ട് നമ്മുടെ അടുത്ത് സാജിദേ സൂപ്പറായിരുന്നു, സാമി സൂപ്പറായിരുന്നു, നമ്മൾ ഹഗ് ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യുന്നതൊക്കെ പറയുമ്പം നമ്മളിങ്ങനെ ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ രാജാ മോഡിലോട്ട് മാറും. അതൊക്കെ ഭയങ്കര പ്രൗഡാണ്. അതൊക്കെ ഒരു ഫിലിം മേക്കർ, ഞാനത് ഭയങ്കര എൻ്റെ ലൈഫിലും എൻ്റെ സിനിമ മേക്കിങ്ങിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഭയങ്കര വലുതാണ്. ഇവിടെ ചില സിനിമകളിലൊക്കെ ഡയറക്ടേഴ്സ് ഒരിക്കലും നമ്മളൊരു സീൻ പോലും ഡിസ്ക്രൈബ് ചെയ്യില്ല. അവർ വലിയ ആർട്ടിസ്റ്റുകളെ മാത്രം എന്ത് ചെയ്യും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം അവരുടെ മൂഡ് സ്വിങ്ങിൽ അതൊന്നും മാറ്റാം. പക്ഷേ ഇവരെ പോലത്തെ മേക്കേഴ്സ്, വലിയ ജോബായി അല്ലെങ്കിൽ അഞ്ജലി മേനോൻ, നമ്മൾ ഭയങ്കരമായിട്ട് കംഫർട്ടാക്കും. ആ കംഫർട്ട്നെസ്സിൽ നമ്മളിലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും നമ്മൾ മറന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കയറി അഭിനയിക്കുകയും ചെയ്യും. അപ്പം അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള മൊമെന്റ്സ് ആണ്. പിന്നെ ഡാർവിൻ്റെ പരിണാമം ഷൂട്ട് ചെയ്യുമ്പം ബൈക്ക് സ്കിഡായി വീണ് തല എന്തായി പോയി, പെടലി ഉളുക്കി പോയി. അപ്പോൾ ഈ പെടലി ഭയങ്കര പെയിനുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചു. അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പം ഡോക്ടർ എനിക്ക് എന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇതേപോലെ സജിത ഇനി വീട്ടിൽ ഇപ്പോൾ റെസ്റ്റ് ചെയ്തോ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തോട്ട് വിളിച്ചു പോയിക്കേണ്ടി വരും എന്ന് പറഞ്ഞു, ബെൽറ്റ് ഇടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ പൃഥ്വിഭായ് പറഞ്ഞതാണ്, സജിത് നീ ഒരു പണി, 2 ഷോട്ടുകൾ ഫൈറ്റ് മാസ്റ്റേഴ്സ് അന്ന് അൻപറിവാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പം വലിയ ഫൈറ്റ് മാസ്റ്റേഴ്സാണ്, അവർക്ക് രാവിലെ പോകേണ്ടതാണ്. അപ്പോൾ പുള്ളി എന്നെ കംഫർട്ടായിട്ട് എൻ്റെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തോളാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാൻ മൊത്തം കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എന്നാൽ നമുക്കൊരു സ്റ്റേ കൊടുത്തു, ഇല്ലെങ്കിൽ ഭയങ്കര പെയിനാണ്. അപ്പോൾ അത് ചെയ്ത് പുള്ളി എനിക്കനുസരിച്ചുള്ള കംഫർട്ടായിട്ട് ചവിട്ടി എന്നെ മറിച്ചിടുക, വരുമ്പോൾ തന്നെ കട്ട് വന്നിട്ട് ഓക്കെ അല്ലേ എന്ന് അങ്ങനെ കംഫർട്ടാക്കുക. ഇല്ലെങ്കിൽ ഞാൻ നോക്കും ഞാൻ ഷൂസ് ആയിട്ടിരിക്കുന്നത്, റോട്ടിലാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിഭായുടെ കാലിലെ തൊലിയും നഖം എല്ലാം ഇളകിയിരിക്കുക, മനസ്സിലായില്ലേ? പുള്ളി അതൊക്കെ നോക്കാതെ എൻ്റെ ഒരു ചെറിയ പെടൽ, അത്രയും വലിയ സ്റ്റാറുകളൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പം ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാൻ ദിവസം കിടന്നുറങ്ങുക. അപ്പോൾ എനിക്കൊരു മെസ്സേജ്,
ഞാൻ നോക്കുമ്പോൾ ദുൽഖർ സൽമാനാണ്. ഞാൻ നോക്കുമ്പോൾ സാജിദ്, ഞാൻ നിങ്ങളുടെ കുറച്ച് പോർഷൻസ് കണ്ടിരുന്നു, നിങ്ങളുടെ വേ ഓഫ് ആക്ടിങ് ഭയങ്കര രസമുണ്ട്, ഗോഡ് ബ്ലെസ്സിങ് ഒരു മെസ്സേജാണ്. ഞാൻ ഞെട്ടി, എൻ്റെ ദൈവം. ഞാൻ തൊട്ട് വൈഫ് ദുൽഖറിൻ്റെ മെസ്സേജ് നമ്മൾ വൈഫ് പറഞ്ഞു ഏപ്രിൽ 1, അന്ന് ഏപ്രിൽ 1 ഞാൻ ഒന്ന് ഓടിയെന്ന് പറഞ്ഞു. അതായത് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണത്. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത്, ഇല്ല ഒരുപാട് ഇപ്പം നമ്മളിപ്പം പുറത്തിപ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് സിനിമയിൽ അതൊന്നുമില്ല. സിനിമ ഭയങ്കര പ്രശ്നബാധിതോട്ടാണ് കാര്യം, അങ്ങനൊന്നുമല്ല. ഇപ്പം പലവട്ടം സിനിമയ്ക്ക് ലാൽ സാറും മമ്മൂക്കായും ആ കുട്ടികളെ കണ്ടു. അവർക്ക് എന്താണ്, അവരൊരു അഡ്വർടൈസിൽ നിന്ന് എത്ര കോടി രൂപ അവർക്ക് കിട്ടും. അവർ ഞങ്ങൾക്ക് വേണ്ടി അവരുടെ കരവാനിൽ ഞങ്ങളെ വിളിച്ചിരുത്തി ഒരു ഫോട്ടോ എടുത്തില്ല. ലാൽ സാർ ഇങ്ങനെ എടുക്കണോ മമ്മൂക്ക നീ വാ എന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുക, അങ്ങനെ ഫോട്ടോ എടുത്ത് തരിക. ആ ഫോട്ടോ ഞങ്ങൾ പബ്ലിഷ്, ഇതാണ് മലയാള സിനിമ, കണ്ടതും കേട്ടതും ഒന്നും ഞങ്ങൾ പോസ്റ്റർ ഇറക്കിയതൊക്കെ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ നമ്മളീ പറയുന്ന വലിയ വലിയ സ്റ്റാറുകളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഭയങ്കര ഗുണമുള്ള സംഭവങ്ങളാണ്. അതുപോലെ വിഷമങ്ങളില്ലെന്നല്ല, ഒരുപാട് സ്ഥലത്തും വിഷമങ്ങളുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യാവുന്ന 100,000 പോസിറ്റീവ് സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ഒരു ഫിലിം ഫീൽഡിൽ സക്സസ് ആവാൻ ലക്കാണോ ഹാർഡ് വർക്ക് ആണോ? അല്ല, ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ലക്ക് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം കിട്ടത്തുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ അത് കിട്ടണമെന്നില്ല. നമ്മളിപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആസ് എ ആക്ടർ ഞാൻ കളക്ടറിൽ നിന്ന് കുറച്ചുകൂടി മേലാണ് ഫ്രൈഡേയിൽ കുറച്ചും മേലാണ് ആമേൻ ചെറിയ റോളാണെങ്കിൽ കൂടെ ഞാൻ ഒരുപാട് കാലം പഠിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഡയറക്ഷൻ വെഞ്ചർ അത് തന്നെയാണ്. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ ആദ്യ ഇടിയിലും ഞാൻ കുറച്ചുകൂടി ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് മോഹൻലാൽ ചെയ്തത്. മോഹൻലാലിലും ഒരുപാട് ഉയർന്നതാണ് കൽബ് നിൽക്കുന്നത് ആസ് എ മേക്കർ, മനസ്സിലായി? എൻ്റെ സിനിമകളുണ്ട്, എൻ്റെ ഫിലിമോഗ്രഫിയുടെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളോ ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വലിയ ആൾക്കാർ ഒന്നുമില്ല. അപ്പം ഞാനിതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അടുത്ത സിനിമ എൻ്റെ ഈ ഇത്രയും 3 സിനിമകളിൽ ഇരിക്കുന്ന എക്സ്പീരിയൻസ് വലുതാണ്. കൽബാനത്ത് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. എന്നാൽ എൻ്റെ 6-7 വർഷം ഞാൻ ഒരു സിനിമയുടെ പുറകെ നടക്കുക, അത് മേക്ക് ചെയ്യുക, അത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആകുക, അതിനുശേഷം ആ സിനിമ OTTയിൽ വർക്കാകുക. അപ്പം അത്രത്തോളം എക്സ്പീരിയൻസ് എനിക്കായി, മനസ്സിലായില്ലേ? ഞാൻ പല കാര്യങ്ങളും ഭയങ്കര രീതിയിൽ പഠിച്ചു, മനസ്സിലായി? അപ്പം എൻ്റെ അടുത്ത സിനിമ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം നമുക്ക് നെഗറ്റീവുകളുണ്ടാവും, ഫ്ലോപ്പുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ താത്തിക്കിടാനുണ്ടാവും, ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പം അതിനകത്ത് എല്ലാത്തിലും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഖൽബിനെ കുറിച്ച് റിവ്യൂ അതിന് താഴെ ചിലപ്പോൾ ഒരു 10 നെഗറ്റീവ് ഇപ്പോഴും വരും, മനസ്സിലായി? അതിനകത്ത് ഞാൻ നോക്കുന്നത് ഒരു എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരാളുടെ ഒറ്റ കമൻ്റ് ആയിരിക്കും. ആ കമൻറ്റ് മതി എനിക്ക് അടുത്ത പരിപാടി ചെയ്യാൻ, മനസ്സിലായല്ലേ? അപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം നിങ്ങൾ നന്നായിട്ട് പ്രകടിപ്പിക്കുക. ഇഷ്ടപ്പെടാത്തതിന് പ്രകടിപ്പിക്കണമെന്നല്ല, അതിന് ഭാഷ കുറച്ച് നന്നാക്കുക, അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഫിലിം ഫീൽഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്തായേനെ, ലൈഫിൽ ഏതൊരു ഫീൽഡിലേക്ക് പോയേനെ? എനിക്ക് ആദ്യം ഏറ്റവും വലിയ ആഗ്രഹം മരണക്കിടറിലെ റൈഡർ ആണോന്നായിരുന്നു. ഞാൻ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ അവന്മാരെ നോക്കി നിൽക്കും. അവരുടെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടിങ്ങനെ പുറത്തിങ്ങനെ പാൻഡറൊക്കെ ചവച്ചിങ്ങനെ ഇരിക്കും, മറ്റേ ചെറിയ കസേരയിൽ. അപ്പം ഞാനിങ്ങനെ ഭായ് എന്നത് പഠിപ്പിക്കുന്നതൊക്കെ ചോദിച്ചു പൊടാന്ന് പറഞ്ഞ് പഠിക്കും. അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ലോറി ഡ്രൈവറാണ്. ലോറി ഡ്രൈവറെ ലോകം മൊത്തം നമുക്ക് സഞ്ചരിക്കാം, ഓരോ പ്രായത്തിലൊരു തോട്ടാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പം അത് JCB ഓടിക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളാണ്. അപ്പം ഒരു പോയിന്റിൽ, അതായത് നമ്മൾ കറക്റ്റ് ഒരു മെച്ചുവർഡായിട്ട് നമ്മൾ തോട്ട് വരുള്ളൂ, ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ. അവിടെ ഞാൻ ആഗ്രഹിച്ച സിനിമയിൽ എത്തിപ്പെടണമെന്നാണ്. അതിന് വേണ്ടിയാണ് പിന്നെ മൊത്തം ജീവിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള, എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എന്നെ എപ്പോഴും വിളിക്കണം, നിൻ്റെ ആഗ്രഹമാണ്. ഞാൻ അന്നും കോളേജിൽ പോകാതെ അന്ന് എൻ്റെ കോളേജിലാണ് അന്ന് പിന്നെ രാജമാണിക്ക് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അന്ന് മാത്രമാണ് കോളേജ് കറക്റ്റ് സമയത്ത് രാവിലെ വന്നിരിക്കുക, അവരെ നോക്കുക, ഫുൾ ടൈം അന്വേഷിക്കാതെ നോക്കിയിരിക്കുക, മമ്മൂക്കയെ നോക്കിയിരിക്കുക, റഹ്മാൻ സാറിനെ നോക്കിയിരിക്കുക. ഞങ്ങളുടെ ഒരു ഹൈവേ ഉണ്ട്, കോയമ്പത്തൂർ ഞാൻ പഠിച്ചത്, അവിടെ ആണ് രാവണപ്രഭു ഇല്ലെങ്കിൽ ഒരുപാട് വലിയ സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി ആ ഷൂട്ടിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം സിനിമ അത്രത്തോളം എന്നെ ഭ്രമിച്ചിട്ടുണ്ട്, അത്രത്തോളം സിനിമയെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിലുള്ള റിസൾട്ടാണ് സിനിമ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്ക് ടു ബാക്ക് പല്ലുട്ടിയായിട്ടും ഖൽബായിട്ടും എല്ലാം ഇത്രത്തോളം ജനപിന്തുണയും സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഹൗ ഡു യു ബാലൻസ് യുവർ വർക്ക് ലൈഫ് ആൻഡ് യുവർ പേഴ്സണൽ ലൈഫ്? അത് എൻ്റെ വൈഫ് ഇപ്പം ഷീബ, അവൾ എൻ്റെ 3 കുട്ടികളുണ്ട്, അവരെ ഭയങ്കര മനോഹരമായിട്ടാണ് വളർത്തുന്നത്. ഞാൻ വളരെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഓടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, ഒരുപാട് ആളുകൾ കാണേണ്ടി വരും. അപ്പോൾ ആ സൈഡിലൊക്കെ എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോണാണ് എൻ്റെ വൈഫ്. അപ്പം പുള്ളിക്കാരിയാണ് എൻ്റെ വീടും ഇല്ലെങ്കിൽ എൻ്റെ കുട്ടികളെയും ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ ഈ വരുമ്പോൾ ഈ ഡ്രസ്സ് പോലും എടുത്ത് വെക്കുന്ന അവിടെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരാളുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലേ? ഇപ്പം എൻ്റെ ഫാദറിനൊക്കെ വയ്യായിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ വൈഫാണ് എൻ്റെ ഫാദറിനൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഉമ്മയ്ക്കും എല്ലാവർക്കും. അപ്പം അങ്ങനെ ഒരു പാർട്ണറെ കിട്ടിയ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മൊമെൻ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ടും ഇത്രയും ഈസി ആയിട്ടും എൻ്റെ അച്ചീവും എനിക്ക് വേണ്ട ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടാൻ പറ്റുന്നത്.
അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. കാര്യം പുള്ളിക്കാരി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, സിനിമകൾ വളരെ കുറച്ച് കാണുന്ന, അല്ലെങ്കിൽ കൂടുതൽ വേറെ പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു കോംബോ ആണെന്ന് വിശ്വസിക്കുന്നു. ഏതാണ് ഇനി അപ്കമിങ് പ്രോജക്ട്സ്? അപ്കമിങ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ മുമ്പ് അനൗൺസ് ചെയ്ത അരിക്കൊമ്പൻ എന്നുള്ള സിനിമയാണ്. ഒരു 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 അരിക്കൊമ്പൻ ആനയെ ബേസ് ചെയ്തിട്ടുള്ള, എന്നാൽ ആ സിനിമ പറയുന്ന ഒരു 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 കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പം ആ സിനിമ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. കാര്യം ഞങ്ങൾ അത്രത്തോളം ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആനിമേഷൻ സൈഡും അതിൻ്റെ മോഡലിംഗ് സൈഡും അസറ്റ് ക്രിയേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അരിക്കൊമ്പനാണ്, സുഹൈൽ കോയയാണ് എൻ്റെ ഖൽബിൻ്റെ കോ റൈറ്റർ. ഖൽബിൻ്റെ ലിറിക്സ് ഒക്കെ എഴുതുന്ന സുഹൈലാണ്. ഇപ്പം പ്രേമലു ഇല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ സിനിമകളുടെ ലിറിക്സ് ഒക്കെ എഴുതുന്ന സുഹൈലാണ്. അപ്പം സുഹൈലും ഞാനും കൂടി സുഹൈലാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, അതിൻ്റെ വർക്കിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മഞ്ചേച്ചിയുമായിട്ടൊരു പ്രൊജക്റ്റും മഞ്ജു വാര്യരുമായിട്ടൊരു പ്രൊജക്റ്റും ആലോചിക്കുന്നത്. കാര്യം മഞ്ചേച്ചി പിന്നെ ഏത് സമയത്തും ഞാനൊരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കഥ പറയാൻ അവസരം തരുന്ന ആളാണ്. ഞാൻ ഒരുപാട് ഇപ്പം മോഹൻലാലിന് ശേഷം എൻ്റെ അപ്സ് ആൻഡ് ഡൗണിലും എല്ലാം ഒരു കോളായിട്ട് മെസ്സേജായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മഞ്ചേച്ചിട്ട് വർക്ക് ചെയ്യണമെന്ന്. അപ്പം മഞ്ചേച്ചിയും കുറച്ച് ആളുകളെ വെച്ചിട്ട് സിനിമ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഡിസ്കഷൻസ് നടക്കുന്നു. സജിക, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. അപ്പോൾ എല്ലാവരോടും എല്ലാവരും ആമസോൺ പ്രൈമിൽ ഖൽബും മനോരമ മാക്സിൽ പല്ലോട്ടിയും കാണണം. ഈ രണ്ട് സിനിമയും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടും. പല്ലോട്ടിയും നല്ല എഫേർട്ടാണ്, കാണുക. അത് ആമസോൺ പ്രൈമിലും മനോരമ മാക്സിൽ തന്നെ കാണുക. കാര്യം നിങ്ങൾ അൺഓതറൈസ്ഡുള്ള ആപ്പിലും അല്ലെങ്കിൽ യൂട്യൂബിലും കാണുന്ന ഇമ്പാക്റ്റ് സിനിമ കിട്ടില്ല. ഈ സിനിമകൾക്ക് ഇനി കിട്ടാവുന്ന ഒരേ ഒരു റെക്കഗ്നൈസേഷൻ ഈ സിനിമകൾ ട്രെൻഡിങ് ലിസ്റ്റ് വരുക എന്നുള്ളതാണ്. നമ്മൾ വലിയ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയുന്ന പോലെയാണ് ആമസോൺ പ്രൈം പോലെ ഇത്രയും കണ്ടിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ സിനിമകൾ ട്രെൻഡിങ്ങിൽ വരുന്നത്. അപ്പം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.